ഹായ് ഫ്രണ്ട്സ്, മസ്കറ്റിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മസ്കറ്റിൽ നിന്ന് ഒത്തിരി കിലോമീറ്റർ ഒന്നും പോകണ്ട, തൊട്ട് അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ എത്താവുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതായത് അമറാത്തിലുള്ള വാദി അൽ ബാത്ത് പാർക്ക്. ഈ പാർക്കിനെ അമറാത്ത് ഡക്ക് വാദി എന്നും വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഗൂഗിളിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അമറാത്ത് ചെല്ലുമ്പോൾ ആദ്യത്തെ റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റ് എടുത്ത് കുറച്ച് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ പിടിക്കാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് റൗണ്ട് അബൌട്ടിനും നമ്മുടെ ഈ ഒരു ലൊക്കേഷനും ഇടയ്ക്കുള്ള ഒരു പ്ലേസ് ആണ്. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ മരമൊക്കെ നിൽക്കണം കാണുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക രസം തന്നെ ഉണ്ട് കാണാനായിട്ട്. ഞാൻ ഏകദേശം ഒരു 4 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു സമയത്ത് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ആ ഒരു ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാറൊന്ന് നൈസായിട്ടൊന്ന് സൈഡാക്കാം. അപ്പോൾ ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ താറാവുകൾ, വാത്തകൾ, ഫ്ലൈയിങ് ഡക്ക്, ഇതൊക്കെയാണ് ഇവിടെയുള്ള സംഭവങ്ങൾ. ഈ ഒരു ഏരിയയിൽ കൂടെ ഇതേപോലെ ഒരു വെള്ളം ഒഴുകി പോവാണ്. അത് നല്ല ശുദ്ധജലമാണ്. അതേപോലെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഈ താറാവ്, വാത്ത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളർത്തുന്ന ചെറിയൊരു ഫാം ഉണ്ട്. പക്ഷെ ഞാൻ അവിടുന്ന് ആർക്കും കാശ് കൊടുത്തൊന്നും വാങ്ങാൻ പറ്റില്ല, കാരണം അവർ ഇവരായിട്ട് തന്നെ വളർത്താണെന്ന് പറയുന്നത്. അതേപോലെ ഈ വെള്ളം എപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഈ വെള്ളത്തിൽ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മീനുണ്ട്. പിന്നെ ആക്ച്വലി മസ്കറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കിലോമീറ്റർ ഒന്നും പോകേണ്ട കാര്യമില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 10-15 കിലോമീറ്ററൊക്കെ വന്നാൽ മതി. അതേപോലെ ഒരു 3 മണി 4 മണി സമയത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്പം സമയം ഇവിടെ ഇതേപോലെ സ്പെൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ കാറ് പാർക്ക് ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ട് കുറച്ച് പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എല്ലാം പൈസ കൊടുത്തിട്ട് വേണം എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഓടിക്കാൻ പറ്റിയ വണ്ടികൾ തന്നെയാണ്. അത് ഏകദേശം കണ്ടില്ലേ, ഇതേപോലൊക്കെ വണ്ടികളാണ്. അപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഒട്ടും തന്നെ ആളുകളില്ല എന്നാണ് പറയാനായിട്ട്. 1-2 ആളുകളുള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഫാം വരണത്. നമ്മൾ നേരത്തെ കണ്ട താറാവ്, വാത്ത അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടാണ്ട് ഇതിൽ മൊയിലുണ്ട്. പിന്നെയും വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാടക്കോഴി കാണുന്നുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കണം. അപ്പോൾ ഇനി വേറെ വല്ല സംഭവം ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. മൊയിലിനൊക്കെ നല്ല കുശാലാട്ടോ. നല്ല അടിപൊളി ക്യാരറ്റൊക്കെ പിള്ളേർ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കൂടിൻ്റെ മോൾ ഭാഗത്തായിട്ട് പ്രാവിനെ അവർ വളർത്തുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പ്രാവുണ്ട്. ഇനി അടുത്തൊരു കൂട്ടിക്ക് പോയിപ്പോൾ അവിടെ കുറേ കോഴികൾ കിടക്കുന്നുണ്ട് കേട്ടോ, നാടൻ കോഴികൾ. അതുകൂടാണ്ട് നമ്മുടെ ഗിനിക്കോഴിനെ കണ്ടു. ഗിനിക്കോഴി ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഗിനിക്കോഴിനെ കണ്ടപ്പോഴാണ് പണ്ട് എൻ്റെ വീട്ടിൽ ഇതേപോലെ 2-3 ഗിനിക്കോഴിനൊക്കെ അപ്പൻ എന്താ പറയുക ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ വാങ്ങി വളർത്തിയിട്ടുണ്ടായിരുന്നു. അത് മുട്ടയിടുന്ന സമയമായപ്പോൾ നമുക്ക് മുട്ടയൊന്നും കിട്ടണ്ടായില്ല. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു 10-30 മുട്ടയിട്ട് കാടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു മുട്ടയും അതേപോലെ തന്നെ കാണാനായിട്ട് വൈറ്റല്ല, ഒരു തരം കുറച്ച് മഞ്ഞ പോലത്തെ കളർമ ഇങ്ങനെ പുള്ളിക്കുത്ത് പോലൊക്കെ വന്നിട്ട്, പക്ഷേ അടയിരിക്കുന്ന നേരമാകുമ്പോഴേക്കും നമുക്ക് മുട്ടയ്ക്ക് കിട്ടിയതുകൊണ്ട് അന്ന് കഴിക്കാൻ പറ്റി. ഈ അറ്റത്തെ കൂട്ടിൽ കുറച്ച് VIP-കളാണ്, കളക്കവും അതേപോലെ മയിലും. ഇപ്പം നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ചൂടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് നല്ല ഒരു 45 ഡിഗ്രി അത്രയൊക്കെ ചൂടുണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണാവോ ഇവരൊക്കെ സർവൈവ് ചെയ്തത്. അപ്പോൾ നമുക്കിനി തിരിച്ച് വീണ്ടും ആ വെള്ളത്തിൻ്റെ സൈഡിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മുടെ കുതിരക്കാരന് അത്യാവശ്യം കസ്റ്റമറൊക്കെ കിട്ടുന്നുണ്ട്. പിള്ളേരുകൾക്ക് ഒരു റൈഡും അതേപോലെ കുതിരക്കാരന് ചില്ലറ കാശുമായി. അപ്പോൾ നമ്മുടെ താറാവിനൊക്കെ ഇങ്ങനെ ഇറക്കി വിട്ടാലും അത് നോക്കാനായിട്ടൊക്കെ വേറെ ആളുകളൊക്കെ ഉണ്ട്. ഇതേ കണ്ടില്ലേ. അപ്പോൾ ഏകദേശം ഒന്ന് ഇരുട്ടി തുടങ്ങുന്നതിന് മുന്നായിട്ട് താറാവുകളൊക്കെ ആട്ടി പതുക്കെ കൂട്ടിലേക്ക് കൊണ്ട് കയറ്റാണ്. ഇവിടെ വന്ന് താറാവിനൊക്കെ കാണുമ്പോൾ ഒരു ആവേശം മൂത്ത് സഞ്ചിയിലൊക്കെ ആക്കി കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഇവരുടെ കണ്ണിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾ മണ്ടത്തരൊന്നും കാണിക്കാണ്ടിരിക്കുക. നിങ്ങൾ ഈ കാണുന്ന ഈ ചാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ ബാർബിക്ക് അടിക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനിവിടെയുള്ള ഒരുത്തിനോട് ചോദിച്ചു ബാർബിക്ക് അടിക്കണമെന്ന് ഈ പണിക്കാരോട്. അപ്പോൾ വൈകുന്നേരം കുറേ ആളുകളൊക്കെ വന്ന്, അതായത് ഈ ഒമാനീസൊക്കെ വന്നിട്ട് ബാർബിക്ക് അടിക്കണമെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ വെള്ളമൊക്കെ ഇങ്ങനെ പോകണ സൈഡിലൊക്കെ വന്നിരുന്ന് ഒരു ബാർബിക്ക് അടിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ വന്ന് ബാർബിക്ക് അടിക്കണമെന്ന് തോന്നണേ. ഈ വെള്ളം വരേണ്ട സോഴ്സ് ഒന്ന് നോക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ട ഈ റോഡിൻ്റെ താഴെ ഒരു ഓവ് ഇട്ടിട്ടാണ് ഇവിടുന്ന് വെള്ളം വരണത്. ഇവിടേക്ക് നടന്നു വന്നപ്പോഴാണ് ഞാൻ പശുവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷികളെ മാത്രമല്ല മൃഗങ്ങളായിട്ടുള്ള പശുവിനൊക്കെ ഇവർ വളർത്തുന്നുണ്ട്. ഇനി നമുക്ക് റോഡിൻ്റെ മറ്റേ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. കാരണം ഈ വെള്ളം വരണത് ഏത് ഏരിയ എന്നൊന്ന് നോക്കാമല്ലോ. ആക്ച്വലി വെള്ളം വരണത് ഏത് ഏരിയ എന്ന് പിടുത്തം കിട്ടില്ല. കാരണം ഇതേപോലെ ഒരു കാന പോലെ ഇങ്ങനെ തോട് കീറി ഇട്ടേക്കാണ്. ഇതിൻ്റെ ഈ തോട് പിടിച്ചങ്ങോട്ട് കുറേ പോയി നോക്കിയാലേ അറിയാമുള്ളൂ എവിടെ നിന്ന് ഈ വെള്ളം വരണമെന്ന്. ഞാനിപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ച, റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അധികം വെള്ളമൊന്നും വരുന്നില്ല. കുറച്ചീശ വെള്ളം, അതും കുറച്ച് ഏരിയ കൂടെ മാത്രമാണ് വരണത്.
എന്നാൽ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എവിടെയോ നല്ല ഓറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഇവിടെ പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നല്ല സ്മെല്ലും ഉണ്ട്, അതേപോലെ അത്ര വൃത്തിയും അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.